എന്താ ഷവർമ്മ ഒന്നും ആൾക്കാർ ചത്തോണ്ടിരിക്കാം. എന്റെ 5 പൈസ ഇല്ല ഷവർമ്മ മേടിച്ചു തരാൻ. നിന്റെ എവിടെ ഉണ്ടെന്നോ? അച്ഛൻ എനിക്ക് ഇന്നലെ തന്നെ പൈസ ഷവർമ്മ മേടിക്കാൻ കുടിച്ചു വെച്ചേക്കുന്ന പൈസ മേടിക്കാം. ഷവർമ്മ മേടിക്കണം, ഷവർമ്മ മേടിക്കണം, ഷവർമ്മ മേടിക്കണം. അമ്മ ഷവർമ്മ മേടിക്കാൻ പറയാമേ. ഷവർമ്മ മേടിക്കണം, അച്ഛൻ ഷവർമ്മ മേടിക്കണം. എന്താ കഴിക്കാൻ? ഷവർമ്മ. ഈ ഷവർമ്മ നിരോധിച്ചില്ലേ? അയ്യോ, എന്ത് നിരോധന സാറേ, നമ്മൾ ബന്ദ് നിരോധിച്ചിട്ട് അത് പണിമുടക്കാക്കിയില്ലേ, പിന്നെ ഇപ്പൊ ഷവർമ്മയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മവർഷ എടുക്കാം. മവർഷയോ? മവർഷയല്ല, മാവർഷ. അതെന്താണ്? അത് രണ്ടും ഒന്ന് തന്നെ, നമ്മളാ പേരൊന്ന് തിരിച്ചിട്ടു മാത്രം. അവ 2 എണ്ണം എടുക്ക. ശരി. 4 ഓറഞ്ച് ജ്യൂസ് കൊടുത്തു. 2 ആൾക്കോ? 2 ആൾക്ക് 4 ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നുണ്ടോ? അതും നിരോധിച്ചോ? ഇല്ല ഇല്ല ഇല്ല. 2 എണ്ണം ഞങ്ങൾക്ക്. പിന്നെ 2 എണ്ണം കാറിൽ ഒരു ഡോക്ടറും ഒരു നേഴ്സും ഇരിപ്പുണ്ട്. ഈ ഷവർമ്മ കഴിച്ച ആൾക്കാർ തട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സുഹൃത്തായ ഒരു ഡോക്ടറെയും ഒരു നേഴ്സിനെയും വിളിച്ച് വണ്ടിയിൽ ഇരുത്തിരിക്കുക. ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും വേണമല്ലോ. പലയിടത്തും പലതും നടക്കുന്നു വിചാരിച്ചിട്ട് എന്റെ സാറേ, സാർ ഇവിടുന്ന് കഴിക്കാറുള്ളതല്ലേ? എടുത്തോണ്ട് വാ. ജോലിതാ നിനക്കിപ്പോ ഇവിടെ വന്നിരിടാ. എടാ ഇവിടെ വന്നിരിക്കാൻ. ഇല്ല ചേട്ടാ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞില്ലേ? സമാധാനമായല്ലോ. ഷവർമ്മ പ്രാന്തൻ. ഇവിടെ വേടാ. 1ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാ. നമ്മളെ കോഴിക്കോട് അത്ര മോശം എന്നതാ, തൊട്ട് പിന്നിൽ നമ്മളും ഉണ്ട്. ഭക്ഷ്യവിഷബാധയുടെ കാര്യത്തിൽ ഞങ്ങൾ തന്നെ ഒന്നാമത്. അതിൽ നിങ്ങൾ തന്നെ ഒന്നാമത്. അതിൽ നമ്മൾ 3ാം സ്ഥാനത്തായി പോയി. പക്ഷെ ഹോട്ടൽ പൂട്ടിക്കണന്റെ കാര്യത്തിൽ നമ്മുടെ ആർക്കും കടത്തിവെട്ടാൻ പറ്റിയില്ല. അതാ ഏതോ ഒരുത്ത ഷവർമ്മ കഴിച്ച് മരിച്ചതിന് എപ്പോ തുടങ്ങിയ ബിളിയെന്നറിയത് മോളിന്ന്. ഇതിന്ന് 8ാമത്തെ ബിളിയെന്നറിയുന്നത്. ഞാൻ എണ്ണാൻ തുടങ്ങിയിട്ട് 11ാമത്തെ. വിളിക്കട്ടെ, ഒരു പണി സ്വൈര്യമായിട്ട് ചെയ്യാൻ ഒരു സമ്മതിക്കൂല നമ്മളെ. ഹലോ, സർ. ഓക്കെ സർ, ഇറങ്ങിക്കോളാം സാർ. ശരി. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഇറങ്ങിക്കോളാം, ഹോട്ടൽ പരിശോധന നടത്താൻ. ഇതേ കമ്മീഷണർ 2 കൊല്ലം മുമ്പ് ഏടിയും പരിശോധന നടത്തണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോ 12ാമത്തെ ബിളിയാന്ന് കേൾക്കുന്നത്. ഇതാണ് പറഞ്ഞത്, ഒഴിക്കാത്തോന്ന് ഒഴിക്കുമ്പോ മൂത്രം കൊണ്ട് ആറാട്ട്. അങ്ങനെ അല്ലല്ലോ പഴഞ്ചൊല്ല്. അതങ്ങനെ ആക്കിയതാ, സീസൺ ആയിട്ട് നമുക്ക് പഴഞ്ചൊല്ല് മാറ്റാലോ. അതെ, പിന്നെ വിളിക്കട്ടെ, ഹോട്ടൽ റെയ്ഡ് നടത്താൻ തന്നെയാണ് വിളിക്കണത്. 2 കൊല്ലായിട്ട് ഈ ഫോണിനെ കൊണ്ട് നമുക്ക് യാതൊരു ശല്യമില്ലേ. ഏടിയോ ഒരുത്തന്നെ ഒരു ഷവർമ്മ ഒന്ന് ശവായപ്പോ വിളിയോടി വിളി. മന്ത്രി, MP-യും MLA-യും കളക്ടറും ഇപ്പൊ നായ്ക്ക് കടിറ്റമാരെ പരക്കം പാച്ചിൽ കണ്ടാൽ. എത്ര ദിവസത്തേക്ക് ഉണ്ടാവും ഇതൊക്കെ? നിങ്ങളെ മാഷേ, നിങ്ങൾ ആ വടിയും ഫയലും സഞ്ചിയൊക്കെയായിട്ട് ഇറങ്ങിക്കോളി. പിന്നെ നമ്മുടെ അകത്തെ ഷെൽഫില് ഹോട്ടലുകാരുടെ മൊത്തം നമ്പർ ഉണ്ട്. നമ്മളെ മാസപ്പടിക്കാരാ, അവരൊക്കെ ഒന്ന് വിവരം പറഞ്ഞാൽ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. മാസപ്പടിക്കാരെ ബുദ്ധിമുട്ടിക്കരുത്, നമുക്ക് അന്നം തരുന്നവരാ. ഒരു മുടിഞ്ഞ റെയ്ഡും പരിശോധനയും ജീവിക്കാൻ സമ്മതിക്കില്ല. അവരിപ്പൊ എത്തുന്ന നീ എന്താ അവന്മാരെ ഇടിച്ചോടിക്കാൻ പോവാണോ? ഇന്നലെ എന്നെ പുതിയ മൊബൈലാ കടിച്ചത്. ആരെ? ഫുഡ് ഇൻസ്പെക്ടറോ? അല്ലെന്ന്, പെരിച്ചാഴി. ഇന്നലെ കഴിക്കാൻ ചിക്കൻ പീസ് ഒന്നും കിട്ടിക്കാണില്ല. ഇന്ന് ഞാൻ അതിനെ കൊല്ലും. എടാ, നീ അതിനെ കൊല്ലുവോ തിന്നുവോ എന്ത് വേണമെങ്കിൽ ചെയ്തോ. നീ ആദ്യം പോയിട്ടാ മൈദമാവെന്ന് കൊടുക്ക്. ഇതൊന്നും പുറത്ത് കാണിക്കല്ലടാ. എടാ, ഈ എലിയെ കൊല്ലടാ. ഇതെന്താടാ ജിംനാഷ്യം? നീ എന്താ ഗുസ്തി പിടിക്കാൻ പോവാ? എടാ, ഷർട്ട് ഇട്ടിട്ട് പാടാ, അവരിപ്പോ എത്തും. നിന്റെ ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ഹോട്ടലിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് കളയും. ഷർട്ടില്ല നിനക്ക്? ഉണ്ട്. എങ്കിട്ടിട്ട് പാടാ. അവന്റെ അതേ നാറ്റം. ഞാൻ കെട്ടിക്കോട്ടെ?
കെട്ടിത്തരട്ടെ? ടോ താൻ എന്റെ തൊപ്പില്ല എടുത്ത് വെച്ചിരിക്കണേ. തന്നോട് ആരെ പറഞ്ഞത് വെക്കാൻ? ഇടാലോ. അപ്പൊ എനിക്ക് തനിക്ക് തൊപ്പി ഒരു കാര്യം ചെയ്തോ, ഇത് വെച്ചോ, മുടിയൊന്നും കഴിയില്ല. ആഹാ, എല്ലാവരും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണല്ലോ. നിന്നെ ഒന്ന് പെണ്ണ് കാണാനല്ല അവര് വരുന്നത്, ഹോട്ടൽ പരിശോധിക്കാനാ. അല്ല, ഞങ്ങളെ കണ്ടാലും മോശമാവാൻ പാടില്ലല്ലോ. ആ അതെ, എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഇരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ഇവിടെ അല്ലേ? എടാ നിന്നോട് ഞാൻ ഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞില്ലേ? ഉണങ്ങിയില്ല. ഉണങ്ങില്ലെങ്കിൽ എടുത്ത് ഇട്ടൂടെ? ഇട്ടാ ഉണങ്ങില്ലേ? ഇവിടെ വന്ന വീണ്ടും നനയൂലേ? എങ്ങനെ? വീർക്കത്തില്ലേ? ഓ, എന്നാ പിന്നെ എന്തേലും ചെയ്യും. ഇനിയിപ്പോ അതാരാണ്? എന്തായി? എടാ ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു കാര്യം ചെയ്യും, ശനിയാഴ്ച തന്നെ ഒന്ന് വിളി. ഓക്കെ? ഇതിന്റെ ചിക്കൻ ഇവിടെ പോയി. ഡോ നീ ഒന്നേ തന്നെ തന്നെ ഇതാ. ഞാൻ കഴിച്ചോണ്ടിരുന്നതിന്റെ ബാക്കി ഇടോ. താൻ എന്തോടായിരുന്നു ഇരിക്കുന്നത്? ഞാൻ കരുതി കഴിച്ചു നിർത്തിയത്. കഴിച്ചു തീരുന്നു എടുത്തോണ്ട് പോണതാണോ മര്യാദ? പോയി എടുത്തോണ്ട് പോണോ? വേസ്റ്റോ? വേസ്റ്റ് അല്ല, ഞാൻ കഴിച്ചതിന്റെ ബാക്കി. അതെ, ഫുഡ് ഇൻസ്പെക്ടർമാർ പരിശോധനയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞതിന് മുമ്പ് എടുത്തോണ്ട് പോയതാ. അവരിത് കണ്ടാലെന്താ കുഴപ്പം? അതെ, 3-4 ദിവസം പഴക്കമുള്ള സാധന, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാ. മിണ്ടാതിരിയടോ, വകതിരിവില്ലാതെ ഓരോന്ന് വന്ന് പറഞ്ഞോളും. പോ അങ്ങോട്ട്. സാറേ, അറിയാതെ സത്യം പറഞ്ഞു പോയി. എന്നോട് ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞോ? മാറ്റി പറയണോ? ഓടങ്ങോട്ട്. സോറി, വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഫ്രഷ് എടുക്കാം. ശരി, ഫ്രഷ് എടുക്കാം കേട്ടോ. എന്തുവാടേ എലി പുന്നല് കണ്ടോളൊരു ചിരി? കൊടു അവരുടെ കാശ് അവരുടെ വയറ് തിന്നട്ടെന്ന്. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയ എല്ലാവർക്കും കയറാൻ പറ്റിയ ആശുപത്രിയാണ്. അയ്യോ, ചൂടാക്കിയ ചിക്കൻ ഫ്രൈ ഇല്ലല്ലോ. ഷേടേ, ഫ്രീസറിനകത്ത് ഇരിക്കയില്ലേ 3-4 ദിവസമായിട്ട് പഴകിയ ചിക്കൻ എടുത്ത് ചൂടാക്കി കൊടുന്ന്. അത് ശരിയാ, ഞാൻ അതങ്ങ് മറന്നു കേട്ടാ. എന്തൊരു നാറ്റം. നമ്മുടെ മേക്കപ്പ് വുമൺ ഇവിടെ. വത്സല മാഡം, ആർട്ടിസ്റ്റ് എല്ലാം പ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഷൂട്ടിംഗ് തുടങ്ങാനുള്ള, പെട്ടെന്ന് വാ. ഇതെടുത്ത് എനിക്ക് വെക്കാം. ദേ, കൂട്ടത്തിലെ ഏറ്റവും വലിയ പീസ നായകൻ. കുറച്ച് കൂടുതൽ റോസ് പൗഡർ ഇട്ടോ. ഇതിന്റെയൊക്കെ പേര് മാഡത്തിന് അറിയോ? എടോ, പേരറിയുന്ന മാത്രല്ല ഇതിന്റെ സൈഡ് എഫക്ട്സും എനിക്കറിയാം. വെറുതെ ഇതൊന്നും അറിയാതെ ഈ വത്സല ചീഫ് ഷെഫായി വരില്ല പോനെ ലോലിത. ഇഷ്ടപ്പെട്ടു. എന്ത് ഈ മേക്കപ്പോ? അല്ല, ആ വിളി. മോൻ ഇളിച്ചോണ്ട് നിൽക്കാതെ വേണമെങ്കിൽ ഇതൊക്കെ പഠിച്ചോ. ഇത് കണ്ടോ? ഇതാണ് സൺസെറ്റ് യെല്ലോ, കാഴ്ചയെ ബാധിക്കും. ഇതാണ് നമ്മൾ ബിരിയാണിയിൽ ചേർക്കണേ. പിന്നെ ഇതാണ് ബ്രില്യൻ ബ്ലൂ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരാം. പിന്നെ ഈ കാർമോസിനും എറിത്രോസിനും ഇത് കഴിച്ച അൾസർ ഉറപ്പല്ലേ. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ മാഡം നമ്മൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കണേ? എടോ, ഇതൊന്നും ചേർത്തില്ലെങ്കിൽ ഹോട്ടല് പൂട്ടിപ്പോവും. കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് രുചിയില്ലെങ്കിലും നിറവും മണവും ഉണ്ടായാൽ മതി. ഇതുണ്ടോ? ഓ ഞാനില്ല നാറ്റം. ഈ ചിക്കൻ പീസൊക്കെ 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ഹോട്ടൽ മുതലാളിമാർക്ക് ഭയങ്കര നഷ്ടം വരില്ലേ? അതിനൊക്കെ വഴിയുണ്ട്. ചിക്കൻ ഫ്രൈ റെഡി. ഇതാ തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്നും കൂടെ കുളിപ്പിച്ചെടുക്കും മോളെ. ഒറ്റ മിനിറ്റ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഫ്രഷ് ആണെന്ന് തോന്നിക്കോട്ടെ. ലോലിത, താൻ പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധനം തരുന്നു പറ. ചെല്ലേ. അയ്യോ, അത് അങ്ങനെയല്ലല്ലോ. ഈ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടത് കൂടുമ്പോഴല്ലേ നമ്മുടെ ഹോട്ടലിന്റെ വെയിറ്റും കൂടുള്ളൂ. ഫുഡ് ടെക്നോളജിയിൽ ആദ്യ പാടാ തന്നെയല്ലേ. അതൊക്കെ ശരി തന്നെ. പക്ഷെ മോളെ, ഈ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ഹോട്ടലില് ലിവർ വെച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ലിവർമ? ലിവർമ. സാർ അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഞാനിപ്പോ പുതിയ 2 ഐറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഗവേഷണത്തിലാണ്. പക്ഷെ എന്റെ സാലറിയുടെ കാര്യം മോളെ മനസ്സിലുണ്ട്, കൂട്ടിത്തരാം. എനിക്ക് നിനക്കെന്താണ്? നീ ഇവിടെ തിന്നു തീർക്കുന്നില്ലേ മുതല്?
എന്താ കാര്യം? ഒരു ചിക്കൻ 65 ഓർഡർ ഉണ്ട്. ഉണ്ടാവോ അത് ഫ്രീസറിൽ ഉണ്ടാവും. ആണോ? അതിന് ഒരാഴ്ചത്തെ പഴക്കമുണ്ട്. അത് ചിക്കൻ 45 ആയിക്കാണ്. വത്സല മാഡം വിചാരിച്ച അത് 65 ആക്കാം. ഒരു 10 മിനിറ്റ്. 10 അല്ല മോളെ, നീ ഒരു 20 മിനിറ്റ് എടുത്തോ. കുഴപ്പമില്ല, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ അത് ചെയ്ത് പറയാം. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. അച്ചാർ തീർന്നുപോയി. മാങ്ങ നുറുക്കിയിരിക്കണില്ലേ? ഉപ്പും മുളകും ചേർത്താ പോരെ? 2-3 ദിവസം കഴിഞ്ഞാലേ അത് പാകമാവുള്ളൂ. ഇതാ പറഞ്ഞ ഇയാൾക്കൊരു വിവരമില്ലാന്ന്. എടോ, ബാറ്ററി വെള്ളം ചേർത്താ മതി. ബാറ്ററി ഉള്ളത്? ഈ വണ്ടിയില് ഉള്ളില് കറുത്തിട്ട് വലിയൊരു സാധനല്ലേ, അതിലൊരു ആസിഡ് ഒഴിക്കില്ലേ? ആ ആസിഡ് ഒരു 3-4 സ്പൂൺ ഒഴിച്ചാൽ മതി. സിമ്പിൾ. ഇതൊക്കെയാണല്ലേ നമ്മൾ ഹോട്ടലിൽ പോയി വാങ്ങിച്ചു കഴിക്കണത്? നമ്മളല്ല, നിങ്ങൾ. ഞാൻ ഇത് കഴിക്കാറില്ല. ആ പറ. 2 ചിക്കൻ ഫ്രൈ, 2 ചിക്കൻ ഫ്രൈ, 3 ചപ്പാത്തി, 3 ചപ്പാത്തി, 8 പൊറോട്ട. 8 പൊറോട്ട. ഏത് ഐറ്റം? ഐറ്റം വാഗണർ. വാഗണർ ആണെങ്കിൽ 350. അടുത്ത് പിന്നെ 2 ചിക്കൻ ഫ്രൈ, 2 ചിക്കൻ ഫ്രൈ, 4 ചപ്പാത്തി, 4 ചപ്പാത്തി, 8 പൊറോട്ട, 8 പൊറോട്ട, പിന്നെ ഒരു ലെമൺ ടീ. പിന്നെ ഒരു ലെമൺ ടീ. ഏത് ഐറ്റം? ഐറ്റം BMW. BMW ആണോ? അപ്പോൾ കുറഞ്ഞ ബില്ല് കൊടുത്താൽ അവർക്ക് കുറച്ചിലാവും. അപ്പോൾ ഒരു 520 കൊടുക്കുക. അടുത്തത് ഇനി ഒരു ഫ്രോഡും പിന്നെ ഒരു സ്വിഫ്റ്റും വരാണ്. ആ ആ ആ ആ ആ നമസ്കാരം സാറേ. എന്താ കഴിക്കാൻ വേണ്ടത്? ഷവർമ ഉണ്ടോ? ഷവർമയില്ല, മവർഷയുണ്ട്. മവർഷയ? രണ്ടും ഒന്ന് തന്നെ, പേരിൽ ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. അന്ന് ഒരെണ്ണം കഴിക്കണ്ട, ആ. 2 എണ്ണം പാഴ്സലായിട്ട് തന്നെ. അത് നന്നായിട്ട് പാക്ക് ചെയ്യണം, പിള്ളേർക്ക് കൊടുക്കാനുള്ളത്. ആ ശരി ശരി. ആ എനിക്ക് വിളിച്ചു. എന്ത്? മൂപ്പര് പറഞ്ഞു മവർഷ ഇല്ല, അതില്ലാന്ന്. അപ്പൊ ഉണ്ടെന്ന് കൂടെ പറഞ്ഞതാ. അത് അവിടെ പറഞ്ഞാലേ. അയാൾക്ക് കൊടുക്കാനുണ്ട്, നിങ്ങൾക്ക് തരാനില്ല. എനിക്ക് അതിലില്ലേ, ആകെ 2 എണ്ണോ 3 എണ്ണൊക്കെ കാണൂ. അതിലൊരെണ്ണം തരാൻ പറ്റില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് വേറെ. നിങ്ങൾ വല്ല കടയിലും പോയി നോക്ക്, വേറെ വല്ല കടയിലും ഉണ്ടാവും. ചെല്ലേ വേറെ ഇല്ല അല്ലേ? പുട്ടുകടലി മതിയോ? പുട്ടും കാരണം എനിക്കുണ്ടാ. ആ ആ ആ ആളും കുടിച്ച് വെറുതെ ആളുകളെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നോളൂ. സോറി സാർ. എന്ത് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണോ മുതലാളി? ഒരു ജാഥ പറഞ്ഞുണ്ട്, ഇന്നലെ പണി കൊടുക്കണ്ട. ഓ, അത് ജാഥ അല്ലടോ, അത് ഫുഡ് ഇൻസ്പെക്ടർമാർ ഹോട്ടൽ പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇത്ര പേരുണ്ടോ? ഇത്രയും പേര് ഒന്നിച്ച് ഇങ്ങോട്ടല്ല, വേറെ ഹോട്ടലില്ലേ, അങ്ങോട്ടൊക്കെ മാറിപ്പോവും. സാറേ, ഇതാണ് ഇവിടുത്തെ ഷവർമ ടവർ. റേഞ്ച് നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം സാറേ. നമസ്കാരം. ഇതാണ് നിങ്ങളെ ഷവർമ ഗോപുരം അല്ലേ? ഇരിക്കും. ഗോപുരം ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല, ശരിയാക്കാം. അല്ല, അത് ഞങ്ങൾ ശരിയാക്കി തരാം. സാറിന് പണിയൊക്കെ അറിയോ? എടോ, ഈ ഷവർമയുടെ ഇതൊക്കെ നിർത്തിയതെന്ന് അറിയില്ലേ നിങ്ങക്ക്? അയ്യോ, അതിനിത് ഷവർമയല്ല, മവർഷ. പേര് തിരിച്ചൊരാളെ കൊയ്യൊക്കെ ഞങ്ങള് എന്ത് കുണ്ടനാണെങ്കിലും വേണ്ടില്ല, ഇതിവിടെ വിൽക്കാൻ പറ്റൂല. അയ്യോ, ഇതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇത് നല്ല വൃത്തിയായിട്ടും സൂക്ഷ്മതയോടുകൂടി ഞാൻ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാ. ഏത് ഡിപ്പാർട്ട്മെന്റ്? ചിക്കൻ ഡിപ്പാർട്ട്മെന്റ്. പൊന്ന് സാറേ, ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റിയിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എടോ, എത്ര ദിവസം പഴക്കത്തിയ കോഴിയാ അതിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? അത് ഇന്നത്തെ കോഴിയാണ് സാറേ. ശരിക്കും ഇന്ന് രാവിലെ കൊണ്ടുവന്നേ ഉള്ളൂ. ഞാനല്ലേ ബോൺലെസ് ആക്കിയത്. സാറേ, തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ലോറിയിൽ കോയിനെ കൊണ്ടുവരുന്നത്. ഇവിടെ എത്തുമ്പോഴേ കുറെ കോഴിയൊക്കെ ചത്തുപോകും. അങ്ങനെ ചത്തു വീണ കോയിനെടുത്തിട്ട് അവർ ഷവർമ ഉണ്ടാക്കണേ. ഈ കോയിൽ രക്തത്തിന്റെ അളവ് കുറവാ, അത് ഷവർമക്ക് കറക്റ്റ് ആണ്. ഇതിനെ ശരിക്കും ഷവർമ എന്നല്ല പറയുന്നത്. അല്ല, ഷവർമ. അല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചതേ ശവത്തിന്റെ വർമ്മ. ശവം ചത്ത കോഴിയാണല്ലോ, ശവം കൊണ്ടുള്ള ഒരു കർമ്മം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പൊന്ന് സാറന്മാരെ, ഇത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും മരിച്ചു പോയൊന്നുമില്ല. തനിക്ക് അങ്ങനെ പലതും പറയാൻ, കാരണം താനാണല്ലോ ഇതിന്റെ ഓണർ. ചത്താലും തനിക്കെന്താ? സാറൊന്ന് കഴിച്ചു നോക്ക്. ഞാനോ? പിന്നെ സാറ് കഴിക്കണ്ട സാറേ, സാറൊന്ന് കഴിച്ചു നോക്ക്. അപ്പൊ നമ്മള് മയ്യത്തായിക്കോട്ടെ എന്നാ. ജി നമ്മളെ കൂട്ടാട്ട് മയ്യത്താക്കാനുള്ള പരിപാടിയാ. എന്നാ പിന്നെ സാറ് കഴിക്കണ്ട. പക്ഷെ ഇതിന് കുഴപ്പമുണ്ടെന്ന് മാത്രം പറയാതിരുന്നാ മതി. അത് നമ്മള് നോക്കട്ടെ. ചുരുങ്ങിയത് ഒരാഴ്ചത്തെ പഴക്കമുണ്ട് ഇതിനകത്തുള്ള ചിക്കൻ പീസുകൾക്ക്. കണ്ടാലറിഞ്ഞൂടെ, 3 മാസമായിട്ട് ഈ സ്ലൈസിന്റെ മേലെ ഒരു ഇതിന്റെ മേലെ ഇങ്ങനെ ചിക്കൻ ഒട്ടിക്കണം അല്ലേ? അല്ല, അതിപ്പോ സാറേ ഇതിന്റെ അടിയിലുള്ള സാധനം ആർക്കും കൊടുക്കണില്ലല്ലോ. മോളിൽ ഇങ്ങനെ ഒട്ടിച്ച് അതെന്നല്ലേ ചെത്തി കൊടുക്കുക. അങ്ങനെ വരട്ടെ. എടോ, ഇതിനകത്തുള്ള പീസുകളുടെ ഉള്ളിൽ എത്ര ബാക്ടീരിയകളും ഫംഗസും ഉണ്ടെന്ന് തനിക്കറിയോ?
അയ്യോ അതിന് ഞങ്ങളിത് പച്ചയായിട്ട് അങ്ങോട്ട് മുറിച്ചു കൊടുക്കല്ലോ. നല്ലോണം മസാലയൊക്കെ പുരട്ടി ഈ കമ്പിന്റെ ഉള്ളിലേക്ക് ഇറക്കി ഒരു 200 മുതൽ 250 ഡിഗ്രി വരെ ചൂടാക്കി അങ്ങനെയല്ലേ തയ്യാറെടുക്കണം. ശരി, അപ്പൊ തിരക്ക് വരുമ്പോ ഒരു 10 മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കോ? ചൂടോടെ പച്ചവോടെ എടുത്ത് കൊടുക്കൂല ആൾക്കാർക്ക് ഇറച്ചി? പിന്നെ ഇതിന്റെ കൂടെയുള്ള ഈ മയണൈസ് ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ മായം. പിന്നെ ഈ ഗാർലിക് പേസ്റ്റ്, അതില് പലയിടത്തും 90% മായം. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഷവർമേന്റെ ഗോപുരം എന്തിനാ ഈ റോഡ് സൈഡിൽ തന്നെ കൊണ്ടുവച്ചിക്കണ്? ഇത് അകത്തൊന്നും വെക്കാൻ സ്ഥലമില്ല നിങ്ങൾക്ക്? അല്ല, ബിൽഡിങ്ങിന്റെ ഇത് വെച്ച് നോക്കുമ്പോ ഒരു കാഴ്ചക്ക് ഇങ്ങനെ അത് ഈ ആൾക്കാരെ സൗജന്യമായി കാണിച്ച് മണം പിടിപ്പിച്ച് ഈ ആളുകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയല്ലേ ഈ പൂമുഖത്ത് തന്നെ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയണ കാര്യം. എടോ, റോഡ് സൈഡ് ഇത് വെച്ചിട്ട് ഈ വണ്ടിന്റെ അകത്ത് പോകുന്ന കാർബണും ഈ റോട്ടിലുള്ള പൊടിയും എല്ലാ വിഷാംശങ്ങളും ഇതിന്റെ മേലെയല്ലേ പറ്റി. ഇതെല്ലാം നിങ്ങൾ ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കണേ? അല്ല, അതൊന്നും അങ്ങനെ മസാല വരുമ്പോ അറിയില്ലല്ലോ. എടോ, കാണുന്ന മുഴുവൻ കാർബൺ അല്ലേ? ഏന്നോ? ഞങ്ങൾ അങ്ങനെ മായൊന്നും ചേർക്കാറില്ല. ഓ, നിങ്ങളെ കുറിച്ച് 2-3 പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചോറില് അടക്കാപ്പൊടിയും അപ്പക്കാരൊക്കെ ചേർക്കുന്നത് എന്തിനാ? അത് ശാസ്ത്രീയമാണല്ലോ. ആ, അത് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അധികം ആളുകൾ കഴിക്കില്ല, കുറച്ച് വിളമ്പിയാ മതി. അപ്പൊ നെയ്ച്ചോറിലോ? അതില് പഞ്ചസാരല്ലേ ഇടാ? അത് കഴിക്കുമ്പോ വേഗം മട്ടില്ലേ. പക്ഷെ ഞങ്ങൾ അത് ഇടാറില്ല കേട്ടോ. നിങ്ങൾ ശർക്കര ഇടല്? അല്ല, നല്ല ഇരിക്കടാ, എന്ത് പറഞ്ഞാലും ഒരു ചിരി. നിങ്ങൾ കേൾക്കണോ? ഫാക്ടറി ജംഗ്ഷനിലെ ജയകേരള ബേക്കറിന്ന് 4 മാസം പൈക്കുള്ള പാല് ഞമ്മളെ പിടിച്ച്. അയ്യോ, ഫ്രീസറിന്റെ ഉള്ളിൽ പശു കയറിയിരിക്കാൻ ഭാഗ്യം. അപ്പൊ ഈ ഫ്രീസറിന്റെ ഉള്ളിൽ നിന്ന് പാറ്റേനും എലീനൊക്കെ ഞാൻ കണ്ടുപിടിച്ചതോ? തർക്കം വേണ്ട സാറേ, ഇവിടെയും ഫ്രീസർ ഉണ്ട്. സാറൊന്ന് ചെന്ന് നോക്കിയാട്ടെ. അത്ര ധൈര്യോ? സാറേ, ഇവിടെ ചീഞ്ഞതൊന്നും ഞങ്ങൾ വെക്കാറില്ല. എടോ, ഇന്നത്തെ ചീഞ്ഞതാണ് നാളത്തെ ഹോട്ടലിലെ സ്പെഷ്യൽ. അങ്ങനത്തെ 155 ഹോട്ടൽ ഞങ്ങൾ പൂട്ടിച്ചിക്കണ്. 325 എണ്ണത്തിലേക്ക് നോട്ടീസ് വായിച്ചിക്കണ് ഞമ്മള്. സാറേ, ഷവർമ കഴിച്ചിട്ട് ആള് മരിച്ചപ്പോ ഷവർമ കട പൂട്ടി. കള്ളു കുടിച്ചിട്ട് ആളുകൾ മരിച്ചപ്പോ എന്താ കള്ളു ഷാപ്പ് കൂട്ടാത്തത്? മാണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട. അത് വേണ്ട. സാറേ, നിങ്ങൾ ഫ്രീസറിൽ കളിക്കും. ഫ്രീസർ കാണാൻ എത്ര തണുപ്പിച്ചാലും നശിക്കാത്ത മാരകമായ രോഗാണുക്കൾ ജലത്തിനകത്തുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഐസ്ക്രീം, കോള മുതലായ സാധനങ്ങൾ മാരകമായ രോഗം ഉണ്ടാക്കും. ഇതൊക്കെ ഈ പറയും. അല്ല, ഇതാ നിങ്ങളെ ഫ്രീസർ? അതെ, ഫ്രീസർ. സെപ്റ്റി ടാങ്ക് പോലെ ഉണ്ടല്ലോ. ആ സാറേ, പാല് കുഴപ്പമില്ല, ഒരാഴ്ചത്തെ പൈക്കേ കാണുന്നുള്ളൂ. അല്ല, ഇത് ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പുള്ള സാധനം തോന്നുന്നു. ഇതെന്താ മോളെ ഇത്? ഐ ലവ് യു നോ? വേണ്ട, സോപ്പിടാനൊന്നും നോക്കണ്ട. സോപ്പൊന്നും ഇടാറില്ല, ഞങ്ങൾ നല്ല മുളകിട്ട് ആക്കിയാറുള്ളത്. അന്നോട് ചോദിച്ചില്ല ഇത് എപ്പ ഇറങ്ങിയതാ എവിടേക്ക്? ഇതിന്റെ ഉള്ളിലേക്ക്? ഇന്ന് രാവിലെ. എപ്പ കേറിയതാ? എവിടുന്ന്? കടലിന്ന്. ഇന്നലെ. ഇതെപ്പ തുടങ്ങിയതാ? എന്ത് ഈ നുണ പറച്ചിലേ? ഞാൻ നോണയൊന്നും പറയാറില്ല. ഇതെന്നെ നല്ല തുണയല്ലേ? സാറേ, ഹോട്ടൽ പൂട്ടേണ്ടി വരും. ലൈസൻസ് കട്ടാക്കേണ്ടി വരും. സാറേ, ഇതൊക്കെ ഫ്രഷ് അല്ലേ? നിങ്ങളെ ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. എല്ലാരും നീ സാറേ, നമുക്ക് ഈ കിച്ചൺ മൊത്തം ഒന്ന് പരിശോധിക്കാം. ശരിക്കും പരിശോധിക്കാം. ലൈസൻസ് എന്തായാലും കട്ടായി, ഇനിയിപ്പോ ഒന്ന് പരിശോധിക്കാം, അത്രേ ഉള്ളൂ. എന്തൊരു നാറ്റാണോ ഇവിടെ. കിച്ചൺ ഇതെന്താ ഇവിടെ ക്ലേ മോഡലിംഗ് ഉണ്ടോ? അല്ല, അത് ഈ കുഴച്ചതിന്റെ ബാക്കി. പൊറോട്ടയ്ക്കുള്ളതാ അത്? ഇതെന്തായാലും ഹോളി ഇവിടെ ആഘോഷിക്കുന്നുണ്ടോ നിങ്ങള്? അല്ല, അത് ഈ മിക്സർ. മിക്സറാണ്. എന്തൊരു നാറ്റാ നോക്കി. ഓ, എത്ര ദിവസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്? അല്ല, അത് പ്രശ്നം. ഇതെന്താ റെയിൽവേ പണിക്ക് പോകണ്ടോ? ഇവിടെ ഉപയോഗിക്കണോ? ചവറുകൂരി എന്താ ബാർബർ ഷോപ്പോ? ചവറുകൂരിയോ? ഫ്രഷ്നറാണ്. ഫ്രഷ്. എന്ത് ഫ്രഷനർ? ഫ്രഷ്. അടക്ക്. കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇതെന്താ സാറേ? ചെമ്പരത്തി തൈലോ? എണ്ണ. അത് എന്താ നോക്കിയേ മാഷേ, നിങ്ങളിവിടെ പഴകിയ ഭക്ഷണം കൊടുക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ മതി. എല്ലാവർക്കും കൊടുക്കാറില്ല. പിന്നെ ആർക്കാ കൊടുക്കല്? അതായത് സാറേ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ വലിയ വിലക്ക് വാങ്ങുന്നതല്ലേ. അതിപ്പോ ഒന്നിച്ചിട്ട് വെറുതെ അങ്ങോട്ട് കളയാന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ടാണേ. അപ്പൊ ഈ കള്ളുടിച്ചിട്ടൊക്കെ ആൾക്കാർ കയറി വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഈ എന്തെങ്കിലും ലേശം പഴകിയതോ ചീഞ്ഞോ എന്നാറിയതോ, അവർക്ക് അതൊന്നും പ്രശ്നമില്ല. അവരതൊക്കെ കഴിച്ചിട്ട് പോകുള്ളൂ. അവർ മനുഷ്യന്മാരല്ല. മഹാപാപല്ലടോ നിങ്ങൾ ചെയ്യണത്. എടോ, ബസ്സല്ല നിങ്ങൾ അവർക്ക് കൊടുക്കണേ? അല്ല, അതിലും വലിയ വിഷമാണ് സാറേ അവരെ വയറ്റി കിടക്കണത്. അപ്പൊ എന്തായാലും ലൈസൻസ് കട്ട് ചെയ്യാനുള്ള കാരണമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയരുത് സാറേ. ഞങ്ങളിവിടെ ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാ കൊടുക്കുക. അതെന്താ പ്രത്യേകത?
അല്ല അന്നാണ് ഇപ്പൊ ഈ IT-യിലെ കുട്ടികളൊക്കെ കൂടുതൽ വരും, പിന്നെ ആളുകളൊക്കെ കൂടുതൽ വരുന്നത് ആ ദിവസങ്ങളിലാണ്. ഓ അത് ശരി. അപ്പൊ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കാത്ത ദിവസങ്ങളാണ് വെള്ളി, ശനി, ഞായർ. ഒന്ന് എഴുതിയേക്കണം, നല്ലതാ എല്ലാരും അല്ലേ? ഇങ്ങോട്ടേക്ക് സാറേ, ഇതെന്താണ്ടോ ഇവിടെ ആരും മയ്യത്തയക്കണോ? കറുത്ത കൊടിയൊക്കെ തൂക്കിക്കണ എന്താണത്? എന്റേതാ, ഇന്നലെ ഊരിട്ടതാ, എടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ തോന്നിയെടുത്തൊക്കെ ഊരിടാൻ നീ എന്താ പാമ്പോ? അല്ല, എന്തൊരു മണമോനെ ഇത്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് തിരുമ്പണോ? കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുമിയതാ. കഴിഞ്ഞ ആഴ്ച തിരുമ്പിയാണ്. അതന്നെ ഇവിടെ കേറി വന്നപ്പോഴൊരു നാറ്റം. എന്തേടോ ഇത് വലിയ തമാശ കേട്ട പോലെ ഡോ, ഇതാരത്? സപ്ലയറാണ്. ഓന്റെ പാട്ട് നിന്നാ പോരെ, ഇവിടെ കാര്യം ഡിസ്കസ് ചെയ്യണ്. ഇവിടെ ഈ പല സ്ഥലങ്ങളിലും ഈ കിച്ചന്റെ ഡോറും ബാത്റൂമിന്റെ ഡോറൊക്കെ അടുത്തടുത്താണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ്ടോ? അല്ല ഇവിടെ കുറച്ച് വിട്ടിട്ടാണ് സാർ. എത്ര വിട്ടുണ്ടാവും? ഒരു കയ്യകരം അല്ല കുറച്ച് അങ്ങട് ഒരു കയ്യകലൊക്കെ ഉണ്ടാവും. നല്ലതാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ലൈസൻസ് കട്ടായി. നാളെ ഓഫീസിൽ വരുമ്പോ അതിന്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളൊക്കെ മൊയ്ത് സാറ് പറഞ്ഞു തരും കേട്ടോ. മൊയ്തൊന്ന് പറഞ്ഞു കൊടുത്താ. അല്ല സാറേ, അപ്പോ എന്റെ ഹോട്ടല് എടോ, കേരളത്തിൽ ഇപ്പൊ ദിനം പ്രതി ഹോട്ടൽ ഓരോന്ന് പൂട്ടിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ എന്റെ ഹോട്ടലും അത്രേ ഉള്ളൂ. അയ്യോ സാറേ, അപ്പൊ ഈ മാസപ്പടി എന്താ? ഒരു പടി കൊണ്ടും കാര്യമില്ല മോനെ, ഇങ്ങോട്ട് നിൽക്കുക. ഒരു പടി കൊണ്ടും ക്ലോസ് ദി ഷട്ടർ. സാർ അങ്ങനെ പറയരുത് സാർ. അത്രേ നമുക്ക് പറയാൻ പറ്റുമോ? ക്ലോസ് ദി ഷട്ടർ. എന്തേ നോക്കണേ? ഷട്ടർ പൂട്ടാൻ. ക്ലോസ് ദി ഷട്ടർ. അല്ല സാർ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ, നമ്മളൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുന്നേ, ഇതൊക്കെ എന്റെ ഒഴിവാണ് നടക്കും. ലോലിത, ആ ചിക്കൻ സ്റ്റാളിൽ കുറെ കോഴി കെട്ടിക്കിടപ്പുണ്ട്. അതിൽ ഒരെണ്ണം ചത്തതാന്നും പറയുന്നത് കേട്ടു. നീ പോയിട്ട് അതൊന്ന് കുറച്ച് വാങ്ങിച്ചോണ്ട് പോവാ. അപ്പൊ ഇനി അവര് റെയ്ഡ് ചെയ്യാൻ വരില്ലേ? എടാ, ഇനി റെയ്ഡൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇനി എവിടെ റെയ്ഡ്? ഇനി ഒരു റെയ്ഡ് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒരാള് ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കണം, അപ്പോഴേ ഉണ്ടാവൂ. അതുവരെ നമുക്ക് കുശാലല്ലേ, നിങ്ങൾ പണിയെടുക്കണ്ടേ? ന്യായം മായം മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും നല്ലേലും വെള്ളേലും കള്ളേലും മറിമായം ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം.